ലോകമറിയേണ്ട നാളത്തെ താരങ്ങൾ, അവരുടെ കഴിവുകൾ, പെൺപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന തട്ടകം. Let's start the show. This is Chunga Jewelry Red Carpet. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം സ്വന്തം ചിരിക്കുടുക്ക റിമി ചേച്ചി. നമുക്ക് ബാക്കിയുള്ള കാര്യപരിപാടിയിലേക്ക് കടക്കാം. അവിടെ കുറെ കാര്യപരിപാടികളുണ്ടല്ലോ. ആദ്യ ദിവസം വന്നപ്പോ ഏകദേശം മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷെ എല്ലാവരും ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, നമ്മുടെ മലയാളത്തിലെ എത്രയോ നല്ല നായികമാരുണ്ട്. ഭംഗിയുള്ള നായികമാര്, നന്നായി ഡാൻസ് കളിക്കുന്ന, അഭിനയിക്കുന്ന, അങ്ങനെ ഒരുപാട് നായികമാരുണ്ട്. അങ്ങനെ എല്ലാവരും നിരന്ന് നിൽക്കുന്ന ഒരു അവാർഡ് ഷോയില് ഷാരൂഖ് ജി വന്നിട്ട് എന്തിനാണ് റിമി ചേച്ചി സെലക്ട് ചെയ്തത്? എന്തിനാണ് പൊക്കിയെടുത്തത്? ആരും പോയി പാട്ട് പാടാനും പുള്ളിയെ പോയി തോണ്ടി വിളിച്ചിട്ട് എന്നെ ഒന്ന് എടുക്കാവോന്ന് മാത്രം ചോദിച്ചില്ലാന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മള് ഇളക്കി പുള്ളിയെ അങ്ങ് എടുപ്പിക്കാനുള്ള പ്രേരണ കൊടുത്തു. പിന്നെ മറ്റേ പാട്ടല്ലേ പാടിയത്, തും पास आए यूं मुस्कुराए तुमने न जाने क्यों सपने दिखाए अब तो मेरा दिल जागे न सोता है क्या करूँ हाय कुछ कुछ होता है क्या करूँ हाय कुछ कुछ होता है. ഒരു പക്ഷേ ഒരു പുതിയ പാട്ടുകൾ പാടുന്നതിലും അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ സ്റ്റാർട്ടിങ് ടൈമിലുള്ള ഒരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, കജോളുമായിട്ടൊക്കെ അദ്ദേഹം ഇഴുകി ചേർന്ന് അഭിനയിച്ച പല രംഗങ്ങളും ഇതുപോലെ റാണി മുഖർജി എടുത്തു പൊക്കുന്ന എനിക്കൊന്ന് ദിൽവാലയിലും അല്ല ഇതല്ലേ അപ്പൊ അത്രയും പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പാട്ടും പടവും ഒക്കെ ആയതുകൊണ്ടായിരിക്കും പുള്ളി ചിലപ്പോ അങ്ങനെ എടുത്തു പോയത്, വികാരാധീനനായി പോയത്. റിമി ചേച്ചി കാണുമ്പോ ചിലപ്പോ റാണി മുഖർജിയെ പോലെയൊക്കെ തോന്നി കാണുമായിരിക്കും, നമുക്കറിയില്ലല്ലോ. ആ മനുഷ്യന്റെ അതായിരിക്കും. ഞാൻ അത്ര കടന്ന് ചിന്തിച്ചില്ല. അതും ആ സമയത്ത് ശരിക്കും അതുപോലെ തന്നെ തോന്നുമായിരുന്നു. ആ സമയത്ത് അതുപോലെ തോന്നുമായിരുന്നു അല്ലേ? പക്ഷെ അതിൽ അസൂയപ്പെടുന്ന ഒരുപാട് നായികമാരുണ്ട്. അവരാരെങ്കിലും പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയോ? അല്ല, അസൂയ കാരണം ആരും വിളിച്ചു കാണില്ല. ആരും വിളിച്ചില്ല അല്ല കേട്ടോ. ഒരുപാട് പേര് മെസ്സേജ്, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് 2012 ആ ഡേറ്റ്, ആ വർഷം ഞാൻ മറക്കരുത്. 2012. അപ്പൊ ഒത്തിരി പേര് വിളിച്ച് കാണുന്നവരും നമുക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു മലയാളികൾ മുഴുവനും അത്ഭുതത്തോടെയാണ് അത് നോക്കിക്കണ്ടത്. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ചെയ്തത്. അവിടെ ഇരുന്ന നായികമാരും ഇത് കണ്ടോണ്ടിരുന്ന നായികമാരും ബോളിവുഡിലെ നായികമാരും. വേറെ കാര്യമുണ്ട്, എന്തെങ്കിലും ഇപ്പൊ ഷാരൂഖ് ഖാന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും വല്ല ഇഷ്ടമില്ല എന്ന് പറയോ, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പൊ ഞാൻ പറയും, എനിക്ക് പിന്നെ അവരോട് തന്നെ ശത്രു. എനിക്കാണെങ്കിൽ ഷാരൂഖ് ജി കാണണം എന്നുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ റിമി ചേച്ചിയുടെ കൂടെ വന്നാൽ നടക്കുമോ? മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ ചേച്ചി പ്ലീസ്? ഞാൻ സാധാരണ ബോംബെ പോകുമ്പോ ബാൻഡ്ര വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാറുണ്ട്. ആ കൂടത്തി വന്ന് നിന്നോളൂ. ശരി. മന്നത്തിന്റെ ബോർഡിന്റെ മുന്നില് ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ, മലയാളത്തിൽ ഇപ്പൊ അഭിനയിച്ചു, ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച പോവോ? എങ്ങനെ? ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച പോവോ? വിളിച്ചാ എന്തിനു പോയിട്ട് തിരിച്ചു വരേണ്ട കാര്യമുണ്ടോ? ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കേരള മേ ഹേ, കേരള മേ ഹംകോ ബുലാനാ ഹേ. ഓക്കേ, ബുലാവോ. മൈ ഫോൺ നമ്പർ ഈസ് 2255. അത് എന്റെ ഫോൺ നമ്പറാണ്. അത് ലാലേട്ടന്റെ ഫോൺ നമ്പറാണ്. ഓ അത് ശരി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നമ്പറാണ്? അതെ അതെ. ഷാറുഖ് ഖാനും നിങ്ങൾക്ക് ഓരോ, ഞങ്ങൾക്കും ഒക്കെ അങ്ങനെയൊക്കെ ആവാം കേട്ടോ. പക്ഷെ എന്റെ ലാലേട്ടനെയും മമ്മൂക്കയും കഴിഞ്ഞിട്ടുള്ളൊരു എനിക്കൊരു ഷാരൂഖ് ഖാൻ വേണ്ട. ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ലോക്ക്ഡൌണില് എനിക്ക് കിട്ടിയ ഒരു പക്ഷെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ന്യൂസ് ആയിരിക്കും. ഒരു കോള് വന്നു. അപ്പൊ ഞാൻ അടുത്ത് എനിക്ക് നമ്പർ കണ്ടപ്പോൾ മനസ്സിലായില്ല. എന്നിട്ട് ഞാനത് എടുത്തില്ല. കാരണം ഇപ്പൊ വിളിക്കുന്ന കോളുകളൊന്നും എന്താ എങ്ങനെ നമുക്ക് അറിയത്തില്ല. കൂടുതൽ ലൈവിന് വേണ്ടിയായിരിക്കും വിളിക്കുക. ഈ ഫോൺ നമ്പർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നോക്കുമ്പോൾ വാട്സാപ്പിൽ നോക്കുമ്പോൾ ഒരു മെസ്സേജ്, ഐ ആം മോഹൻലാൽ. ഞാൻ കണ്ണ് തുറന്ന് കാണുമ്പോഴേ ഞെട്ടിപ്പോയി. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടുത്തില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാനൊരു ടിക്ടോക്കിന്റെ ഒരു വീഡിയോ എനിക്ക് സനൽ അയച്ചു തന്നു. ലാലേട്ടൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് സനലേട്ടൻ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വിളിക്കാൻ തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അപ്പോൾ തന്നെ, അയ്യോ ലാലേട്ടാ സോറി കേട്ടോ, ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ലായിരുന്നു, എന്നാൽ ലാലേട്ടൻ വിളിച്ചല്ലോ, സുഖമായിരിക്കുന്നോ? അപ്പോൾ അദ്ദേഹം ഞാൻ ചെന്നൈയിലാണ്, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മാറണ്ടേ, പെട്ടെന്ന് ലോക്ക്ഡൗൺ ഒക്കെ മാറി. ലാലേട്ട അപ്പം എന്തായാലും ഈ സമയത്ത് റെസ്റ്റ് എടുക്കുക. അയ്യോ എനിക്കങ്ങനെ റെസ്റ്റ് ഒന്നും അല്ല വേണ്ടത്, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് മാറുക, റെസ്റ്റ് ഒക്കെ പിന്നെയാണെങ്കിലും എടുക്കുക. അപ്പോൾ ആ ഡെഡിക്കേഷൻ ഞാൻ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ആ കോള് മറക്കാൻ പറ്റാത്ത, ലോക്ക്ഡൌണിന്റെ സമയത്ത്
ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ടിക്ടോക്ക് ലാലേട്ടന്റെ എന്തെങ്കിലും ചെയ്തിരുന്നോ? തേന്മാവിൻ കൊമ്പത്തിലെ ഒരു സീൻ ചെയ്തു. ആ സീൻ ഒരാൾ മനു എന്ന് പറഞ്ഞ ഒരാൾ എടുത്ത് ലാലേട്ടന്റെ കൂടെ കമ്പൈൻ ഷോട്ട് ആക്കി കാണിച്ചു. അല്ലാണ്ട് ചുമ്മാ ടിക്ടോക്ക് ചെയ്തിട്ട് വിളിച്ചല്ല, ലാലേട്ടനും ഞാനും കൂടെ ഒരു പോർഷൻ വന്നു, അങ്ങനെ എഡിറ്റ് ചെയ്തു. അത് ലാലേട്ടന് കിട്ടിയപ്പോഴാണ് ലാലേട്ടൻ വിളിച്ചത്. ആരാധകരാണ് റിമി ചേച്ചി. പിന്നെ വേറൊരു സീനും കൂടെ ഞാൻ ചെയ്തായിരുന്നു. വേറെന്താണ് ചെയ്തത്? ഈ തേന്മാവിൻ കൊമ്പത്തിൽ തന്നെ എന്നെ നൊണിച്ചെന്ന് വിളിക്കരുത് കേട്ടോ, കാശ് വാങ്ങിച്ചത് ആ അമ്മാവൻ, ഇത് വേറൊരു അമ്മാവൻ. നീയല്ലേ പറഞ്ഞത് അമ്മാവൻ കാശ് മേടിച്ചു? കാശ് വാങ്ങിച്ചത് വേറൊരു അമ്മാവൻ, ഈ അമ്മാവനല്ല ആ അമ്മാവൻ. താനാരാന്ന് തനിക്കറിഞ്ഞ അത് വേറെ സിനിമയുടെ പോയില്ലേ? ആ സിനിമ തന്നെ ഞാൻ ഇതുവരെ ചെയ്തതിൽ സ്വയം എനിക്ക് ആത്മസംതൃപ്തി തോന്നിയ ഒരു സീനാണ് അത്. ഇതിൽ ഇട്ടിട്ടില്ല. ഏതാണെന്നറിയോ? താമരശ്ശേരി ചുരം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അത് ചെയ്തോ? അത് ഉഗ്രനായിട്ട് വീട്ടിൽ ചെയ്തിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. പുറത്ത് വിടണം. അത് പുറത്ത് വിട്ടിട്ട് വേണം കേരളക്കാരെ ഞെട്ടിക്കാൻ. കൊറോണയിൽ നിന്ന് എല്ലാവരും സന്തോഷിക്കട്ടെ. ഓക്കെ. അതായത് റിമി ചേച്ചിയുടെ പ്രോഗ്രാമിൽ വരുമ്പോ എല്ലാവരെയും ഒരുമാതിരി കുസൃതി ചോദ്യം ചോദിപ്പിച്ച് വെള്ളം കുടിപ്പിക്കുന്ന ഒരു ആങ്കർ ആണ് നിങ്ങൾ, അല്ലേ? ഞാൻ തിരിച്ചു കുറച്ച് കുസൃതി ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വെള്ളം വെള്ളം ഞാൻ ഉത്തരം പറയില്ലെങ്കിൽ തലയെ കൂടെ ഒഴിക്കും. കുളിപ്പിക്കോ? യെസ്, അതാണ് ഇവിടുത്തെ ടാസ്ക്. ശരി, ചോദിച്ചോളൂ. അതായത് ബാങ്കുകളില്ലേ, ബാങ്കുകളുടെ അടുത്ത് മരങ്ങൾ ഉണ്ടാവും എപ്പോഴും. അതുപോലെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന ചില സ്ഥലത്തേക്ക് ആയിരിക്കും ബാങ്കുകൾ ഉണ്ടാവുക. ഈ ബാങ്കുകളും മരങ്ങളും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട്. അതെന്തായിരിക്കും? ബാങ്ക്, മരം, മരം, ബാങ്ക്. മരങ്ങളുടെ അടുത്ത് ബാങ്ക്, ബാങ്കിന്റെ അടുത്ത് മരങ്ങൾ. എന്തെങ്കിലും ഇതായിരിക്കും, അറിയത്തില്ലടാ. അതായത് മരത്തിനും അതുണ്ട്, ബാങ്കിനും അതുണ്ട്. മരം, മരം, ബാങ്ക്. ഇല്ല, അറിയത്തില്ലടാ. ബ്രാഞ്ചുകൾ. മരത്തിനും ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ആദ്യത്തെ ചോദ്യം ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. വീണ്ടും ഒരു ചോദ്യം എന്റെ കയ്യിലുണ്ട്. അതായത് ഒരാളിങ്ങനെ ഇരുന്നപ്പോ അയാൾക്ക് ഒരു കച്ചവടം, ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം വന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? മുട്ട കച്ചവടം തുടങ്ങി. അപ്പൊ 8 രൂപയ്ക്ക് വാങ്ങുന്ന മുട്ട അയാൾ 5 രൂപയ്ക്ക് വിറ്റു. ഒരു മാസം കഴിഞ്ഞപ്പോ അയാൾ ലക്ഷപ്രഭുവായി. അതെങ്ങനെ? മുട്ട കച്ചവടത്തിൽ നഷ്ടം പറ്റിയ ഒരാള് അല്ലേ? സാധാരണ ആ കച്ചവടത്തിലുള്ള എപ്പോഴും നഷ്ടം പറ്റുന്ന മുട്ട കച്ചവടം, അത് ആരും പിന്നെയും തുടങ്ങാൻ പോകുന്നു. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലേ? 8 രൂപയ്ക്ക് മേടിച്ച മുട്ട 5 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ അയാൾ ഒരു മാസം 8 രൂപയ്ക്ക് മേടിച്ച മുട്ട 5 മാസം കഴിഞ്ഞ് അയാൾ വിറ്റു. 5 രൂപയ്ക്ക് വിറ്റു. 5 മാസം കഴിഞ്ഞ് മുട്ട ചീഞ്ഞു പോയില്ലേ? ശ്രദ്ധിക്കൂ കുട്ടി. അതായത് 8 രൂപയുടെ മുട്ട അയാള് 5 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാള് ലക്ഷപ്രഭുവായി. 8 രൂപയ്ക്ക് വാങ്ങിയ മുട്ട അയാള് 5 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ലക്ഷപ്രഭുവായി. ചളിയാണട്ടോ ഇത്. അയാള് കോടീശ്വരനായിരുന്നു, അയാള് ലക്ഷപ്രഭുവായി. നഷ്ടം വന്നിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ പോവാണ്. ആ കുട്ടി ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യും. നമുക്ക് വെൽക്കം ചെയ്യാം. അതിന് മുമ്പും നമ്മളൊരു വീഡിയോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. യെസ്. ഹായ്, ഞാൻ വിദ്യാവർമ്മ. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. ഞാനിപ്പോൾ എറണാകുളം ഇൻഫോ പാർക്കിലെ TCSലാണ് വർക്ക് ചെയ്യുന്നത്. വയലിനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞിലേ മുതലേ വയലിൻ പഠിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഗുരു. എൻ്റെ അച്ഛനും ചേച്ചിയും വയലിനിസ്റ്റാണ്. അച്ഛൻ പ്രൊഫസർ S. ഈശ്വരവർമ്മ സ്വാതിരുന്ന കോളേജിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർഡായി. ചേച്ചി വൃന്ദാവർമ്മ. ചേച്ചിയും ഇപ്പം സ്വാതിരുന്ന കോളേജിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ വയലിൻ പഠിച്ച് പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്തു വന്നൊരു കുട്ടിയാണ് വിദ്യ. മാരേജിന് മുന്നേ വരെ ആ ഒരു സപ്പോർട്ട് വിദ്യയ്ക്ക് ഫാമിലിയിൽ നിന്ന്, അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഒരിക്കലും വേണ്ട എന്ന് പറയുന്നതിന് പകരം അവർക്കതൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്ത് കൊടുക്കുക, അത് നടത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു സപ്പോർട്ടാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെലിവിഷൻ ഷോയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിൽ അമൃത TVയുടെ റെഡ് കാർപ്പറ്റ് എന്നുള്ള ഷോയിലൂടെയാണ് ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നത്. അതിന് അമൃത TVയോട് വലിയൊരു നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു.
ഓക്കെ, അപ്പൊ വീഡിയോ പ്രൊഫൈൽ നമ്മൾ കണ്ടു, നമുക്ക് മനസ്സിലായി ഒരു ഗായിക അല്ലെങ്കിൽ അങ്ങനെ ഒരു നന്നായിട്ട് വയലിനൊക്കെ വായിക്കുന്ന ഒരു മിടുക്കിയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വേഗം നമ്മുടെ വേദിയിലേക്ക് വിളിക്കാം, കൂടുതൽ വിശേഷങ്ങൾ അറിയാം. സോ ലെറ്റ്സ് വെൽക്കം വിദ്യ വർമ്മ. എന്തുണ്ട് വിശേഷം? എല്ലാം സുഖല്ലേ? റിമി ഒരു ഗായികയായതുകൊണ്ട് വിദ്യക്ക് കിട്ടിയ നല്ലൊരു ഗസ്റ്റ് തന്നെയാണ് റിമി ചേച്ചി. എന്തായാലും ഭയങ്കര എന്താ പറയാ, നമ്മുടെ അമൃത ടിവിക്ക് ഒരു സ്പെഷ്യൽ ഇത് കൊടുക്കണം. കാരണം എത്രയോ കഴിവുള്ള ആൾക്കാർ ഇതുപോലെ പുറത്തോട്ട് വരാനും ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അല്ലെ ഒരു വേദി കിട്ടാൻ വേണ്ടി ഇരിക്കുന്നവരുടെ മുന്നിൽ ദിവ്യ വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ ദിവ്യയുടെ പെർഫോമൻസ് കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. എത്ര വർഷമായി എല്ലാം പഠിക്കുന്നു? ഞാൻ കുഞ്ഞിലെ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയാണ്. എൻ്റെ അച്ഛൻ വയലിനിസ്റ്റ് ആണ്. അപ്പം അച്ഛൻ വയലിനിസ്റ്റ് ആണ്, ചേച്ചിയും വയലിനിസ്റ്റ്. അപ്പം കുഞ്ഞിലെ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയതാണ്. ശരി ശരി. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് റിമി ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ എന്താ ലഡ്ഡു പൊട്ടിയാ? ചെറിയ പേടിയുണ്ടായിരുന്നു. പേടിയാണ് അത് ആദ്യം കാണുമ്പോ. ഇപ്പൊ എനിക്കാണെങ്കിൽ എല്ലാരും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ ഒരു നെർവസ്നെസ് വരൂലേ, അതല്ല, വളരെ ഫ്രീ ആയിട്ടിരുന്നുള്ളൂ കേൾക്കാൻ. ഓക്കെ, റെഡി. അതെ, ഫസ്റ്റ് ഹരിചന്ദനത്തിന് തന്നെ കൊടുക്കണം, ഒരു കൊടുക്കണം. കാരണം അങ്ങനെ നമ്മുടെ മനസ്സിൽ അധികം ഒരുപാട് പേര് പാടി കേൾക്കാത്തത്, എന്നാൽ എത്ര കേട്ടാലും മതി വരാത്ത ഒരു പാട്ട്. അത് കുറച്ചൊരു വേറൊരു രീതിയിലും കൂടിയാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. അതെ, അത് പ്രത്യേകിച്ച് വയലിൽ നമ്മൾ എടുക്കും, പ്ലേ ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതെ, അതിനുശേഷം പോകുന്നത് കൺമണി. അത് പിന്നെ നമ്മള് പ്രതീക്ഷിക്കാവുന്ന ഒരു പാട്ടാണ്, പക്ഷെ എന്നാലും അത് ഭയങ്കര രസം. അതും ഫസ്റ്റ് ആണ് വയലിനിൽ ഞാൻ കേൾക്കുന്നത്. ഇല്ല, എല്ലാം എവിടെയോ കയറി വെച്ച് കേട്ടു. അതിനുശേഷം വരുന്ന പാട്ട് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്, അതും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു പാട്ട്. വണ്ണാത്തിപ്പുഴയുടെ ഒന്ന് പാടൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ലിറിക്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ കൂട്ടത്തിൽ വേണമെങ്കിൽ ശ്വാസിക്ക് വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഒക്കെ കൊടുക്കാം. അത് ഞാൻ ഇട്ടോളാം. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാനപ്പൂമുറ്റം നിറയേ. ആ പാട്ടില് അതേ ഇതിൽ തന്നെ അതേ രാഗമായിരിക്കും. മറ്റേ ഭാഗ്യലക്ഷ്മി വാരമ്മ ആ പാട്ട് കൂടി ഉണ്ട്. അതാണ് വായിച്ചത്. അടിപൊളി അടിപൊളി. അപ്പൊ വിദ്യ ആരാണ് കൂടെ വന്നിരിക്കുന്നതെന്ന് പരിചയപ്പെടുത്തു. ഹസ്ബൻഡ് ആദിത്യൻ, പെരിന്തൽമണ്ണയാണ് സ്ഥലം. ചേച്ചിയുടെ ഹസ്ബൻഡ് രഘുവർമ്മ, കണ്ണൂര്. ചേച്ചിയുടെ മകള്. ചേച്ചിയുടെ മകള്. ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ചേട്ടാ? എങ്ങനെയാണ് വിദ്യയുടെ വീട്ടിൽ, അതായത് മെന്റലി ഉള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും കൊടുക്കുന്നത്? അതേ സ്വന്തമായിട്ട് ചേട്ടൻ പാട്ടും ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ള ആളാണോ?
മ്യൂസിക് ഇഷ്ടമാണ്, അതുപോലെ ഡാൻസും എൻജോയ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വയലിൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, കാരണം ഞാൻ ബാലഭാസ്കറിന്റെ വലിയൊരു ഫാനായിരുന്നു. ലവ് മാരേജ് ആയിരുന്നോ? അല്ല വെൽ അറേഞ്ച്ഡ്. വെൽ അറേഞ്ച്ഡ്. വയലിൻ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ഇഷ്ടം വന്നത്. അപ്പം അതായത് നിങ്ങൾ വഴക്കൊക്കെ കൂട്ടിയിരിക്കുന്ന സമയത്ത് ഈ വയലിൻ വായിച്ചാണോ ചേട്ടന്റെ ഹൃദയം മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത്? വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കാറുണ്ടോ എപ്പോഴും? പ്രാക്ടീസ് ചെയ്യാറുണ്ട്, സാറ്റർഡേ സൺഡേസിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. വെള്ളി വരെ തൊടുപോലുമില്ല. വെള്ളി വരെ തൊടുപോലുമില്ല. ചിലപ്പോൾ മൂഡ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യും, മാത്രമേ ഉള്ളൂ. പക്ഷെ ടൈം കിട്ടാറില്ല. കിട്ടുന്ന ശനിയാഴ്ച ഞായറാഴ്ചയാണ് അല്ലേ? അതെ, അതൊരു പ്രത്യേക നിങ്ങളുടെ ആ ഒരു സന്തോഷം വൈഫ് വായിക്കുമ്പോ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. കണ്ണിലൊരു ഒരു തിളക്കം. ഈ 3 പേരില് പെട്ടെന്ന് ഒരു വല്ലാത്ത തിളക്കവും ഒരു ഇഷ്ടമൊക്കെ എത്ര ആസ്വദിച്ചിരുന്ന് വായിക്കുന്ന നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്ന പറയുന്നുണ്ടായിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് ചിരിച്ചില്ല കുട്ടി. ഇതൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾക്ക് 10 തലയും 10 കണ്ണുകളുമാണ്. ഞങ്ങൾ ഫാമിലിയെ പോലെ തന്നെ നല്ല എൻകറേജ്മെന്റ് ആണ് ഹസ്ബൻഡും. അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡും മോളും സപ്പോർട്ട് ഉണ്ട്. അതൊരു സ്പെഷ്യൽ കാര്യം കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വിദ്യ ഇവിടെ വന്നതും നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു. നമുക്ക് വിദ്യയെ പോലുള്ള കലാകാരികളെയും ഇനിയും കാണാനുണ്ട്. ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസിനെയും അവരുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ കാണും.